ചെങ്ങൈമാരെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കാൽപോൾ ഡ്രോപ്സ് 120 സിറപ്പ് 250 സിറപ്പ് ഇതാണല്ലോ ഇപ്പോൾ ട്രെൻഡ് കണ്ണൂരത്തെ വിഷയത്തിൽ. കണ്ണൂരത്തെ കുട്ടി എത്രയും പെട്ടെന്ന് റിക്കവർ ആവട്ടെ. ഇപ്പോൾ അവസാനം വന്ന അപ്ഡേറ്റിൽ റിക്കവർ ആയി എന്നൊക്കെയാണ്, കരണ്ട പ്രവർത്തനമൊക്കെ സാധാ ലെവലിലായി എന്നൊക്കെയാണ് കേട്ടത്. അതിങ്ങനെ ആവട്ടെ, പടച്ചോൻ കാക്കട്ടെ. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു വ്യത്യാസമാണ് ഞാൻ പറയാൻ വരുന്നത്. 100 mg ഡ്രോപ്സ്, 120 mg ഡ്രോപ്സ് സിറപ്പ്, 250 mg സിറപ്പ്. ഇതിൽ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ 100 mg ഡോസ് കുറവാണ്. ഇന്ന് അങ്ങനെയല്ല, ഇത് 5 ml അല്ല, 1 ml 100 mg വരുന്നത്. 1 ml 100 mg അവർ കൊടുത്തിരിക്കുന്നത് 5 ml വെച്ച് 3 നേരം. അപ്പോൾ ഒരു ദിവസം ആ കുട്ടിക്ക് ശരീരത്തേക്ക് കയറിയിരിക്കുന്നത് 1500 mg ആണ്. നേരെ മറിച്ച് സിറപ്പിൽ 120 സിറപ്പിൽ വരുന്നത് 5 ml 120 mg. അപ്പോൾ ഒരു ദിവസം 3 നേരം വെച്ച് കൊടുത്താലും 360 mg കയറുള്ളൂ. 250 അതേമാതിരി തന്നെയാണ്, 5 ml 250 mg വരുന്നത്. അപ്പോൾ 3 നേരം വെച്ച് കൊടുത്താലും 750 mg കയറുള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്നാണ് ഒരു ദിവസം 1500 mg കയറിയത് 8 മാസമായ കുട്ടിക്ക്. ആ പ്രിസ്ക്രിപ്ഷനിൽ വളരെ കറക്റ്റായിട്ട് ഡോക്ടർ എഴുതിയിട്ടുണ്ട്. ഇത് ഫാർമസിയിൽ നിന്ന് വന്ന തെറ്റ് തന്നെയാണ്. അവരത് മനസ്സിലാക്കിയിട്ട് പെരുമാറേണ്ടിയിരുന്നത്. അവർ വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. എന്തായാലും കുട്ടി റിക്കവറായി വരട്ടെ. ഒന്ന് ഉച്ചയ്ക്ക് ഞാൻ വാർത്ത കണ്ടപ്പോൾ കുട്ടി നോർമലി റിക്കവർ ആയിക്കണമെന്നൊക്കെയാണ് കേട്ടത്. എന്തായാലും പടച്ചോൻ കാക്കട്ടെ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, മരുന്ന് മേടിക്കുമ്പോഴും കൊടുക്കുമ്പോഴും ഫാർമസിക്കാരെല്ലാവരും ശ്രദ്ധിക്കണേ.